ജോലി ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിലൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ കൊളീഗ്സിന്റെ അടുത്തൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു 5 സെന്റൻസസ് ആണ് നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്, അല്ലേ? ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു കൊളീഗിനെ കാണുമ്പോൾ നമ്മൾ ഗ്രീറ്റ് ചെയ്യുമല്ലോ, അതെങ്ങനെയായിരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ ഗ്രീറ്റ് ചെയ്യാം? നമ്മൾ ഈ സമയം അനുസരിച്ചാണെങ്കിൽ ഹായ് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ വാട്സ്ആപ്പ് എന്ന് ചോദിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. ഇനി കുറച്ച് നാള് ലീവൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു ആളാണ്, ഒരു കൊളീഗാണ്. അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കുമല്ലോ സുഖാണോ എന്നൊക്കെ ചോദിക്കില്ലേ, അതെങ്ങനെയായിരിക്കും ചോദിക്കാം? ഹൗ ആർ യു ഡൂയിങ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കുറെ കാലമായിട്ടുണ്ടെങ്കിൽ യു കെൻ ആസ്ക് ഹൗ ഹാവ് യു ബീൻ എന്ന് ചോദിക്കാം. ഓക്കെ, ഇനി നമ്മളിപ്പോൾ രാവിലെ വരികയാണെങ്കിൽ എന്തായാലും ചോദിക്കുമല്ലോ ഫുഡ് കഴിച്ചോന്ന്. ഇപ്പൊ രാവിലെ ആകുമ്പോൾ നമ്മൾ എന്താ ചോദിക്കുക? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്ന്. അപ്പൊ അതെങ്ങനെയായിരിക്കും ചോദിക്കുക? Have you had your breakfast? യെസ്. ഓക്കെ, ഇനിയിപ്പോൾ അത്യാവശ്യം വർക്ക് പ്രഷർ ഒക്കെ ഉള്ള ഒരു കമ്പനിയാണ്. അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കുമല്ലോ, അതായത് ഇന്നലെ നീ ഓവർ ടൈം ഇരുന്നിരുന്നോ? അപ്പൊ അതെങ്ങനെയായിരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കാം? Did you work overtime yesterday? യെസ്, ഡിഡ് യു വർക്ക് ഓവർ ടൈം യെസ്റ്റർഡേ. കഴിഞ്ഞൊരു കാര്യമാണ്, സോ അവിടെ നമ്മൾ ഡിഡ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെ ഓവർ ടൈം ഇരിക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നീ സ്ഥിരമായിട്ട് ഓവർ ടൈം ഇരിക്കാറുണ്ടോ? അതെങ്ങനെയായിരിക്കും ചോദിക്കാം? Do you usually work overtime? യെസ്, ഡു യു യൂഷ്വലി വർക്ക് ഓവർ ടൈം. അപ്പം നമ്മൾ 5 സെന്റൻസസ് പഠിച്ചില്ലേ? ഇനിയും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യണം. ഓക്കെ, ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് 2 മാസം കൊണ്ട് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. സോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.